അതുപോലെ കർണാടകത്തിൽ ദേവഗൗഡയുടെ പാർട്ടി ജനതാദൾ എസ് BJPയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ്. NDAയിൽ അംഗമായിരിക്കുന്നു. ആ ദേവഗൗഡയുടെ പാർട്ടി കേരളത്തിലെ LDFിലാണ്. NDAയിൽ അംഗമായ ജനതാദൾ എസ് കേരളത്തിലെ LDFിൽ അംഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. NDAയിൽ അംഗമായ ജനതാദൾ എസിനെ LDFിൽ നിന്ന് പുറത്താക്കാനും മന്ത്രി കൃഷ്ണൻകുട്ടിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? BJP നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരമാണ്, BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് NDAയിലെ ഒരു ഘടകകക്ഷിയെ, BJP നേതൃത്വത്തിലുള്ള NDAയിലെ ഒരു ഘടകകക്ഷിയെ കേരളത്തിലെ LDF മുന്നണിയിൽ ഇവർ നിലനിർത്തുന്നത്. കേട്ടുകേൾവിയുണ്ട് ഈ കാര്യം. അവിടെ BJPയുടെ കൂടെ മത്സരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത്, ദൂരെങ്ങുമല്ല, BJPയുടെ കൂടെ ഒരുമിച്ച് മത്സരിക്കുന്ന ആ കക്ഷി അവരതിൽ നിന്ന് വേർപെട്ടിട്ടില്ല. അവരതിൽ തന്നെ നിലനിന്നുകൊണ്ട് LDFിലൂടെ നിൽക്കുകയാണ്. എന്നിട്ടാണ് വർഗീയതയെക്കുറിച്ചുള്ള പ്രസംഗം. അപ്പോൾ BJPയെ എത്രമാത്രം ഭയപ്പെടുന്നു CPM കേരളത്തിലുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. കാരണം ആ കേസുകളൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ വാളോങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ സൈലൻ്റായി മാറുകയാണ്, വളരെ നിശബ്ദരാവുകയാണ്. ഇവർ തമ്മിലുള്ള ഈ ബാന്ധവുമാണ് ഇതിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള തീരുമാനത്തിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉടനീളം അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിവിധ ജില്ലകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ വലിയ സമരങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ നേരിൽ UDF ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം 27-ാം തീയതി കോഴിക്കോട് വെച്ച് നടത്തും. എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. അതായത് ലൈഫ് മിഷൻ കോഴ കേസ്, അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി. ലൈഫ് മിഷൻ്റെ ചെയർമാൻ ആരാ? കോഴയാണ് നടന്നത്. ലൈഫ് മിഷന് വേണ്ടി വന്ന പണത്തിലെ 20 കോടി രൂപയിൽ 9.25 കോടി രൂപ കോഴ കൊടുത്തു കേസാണ്. ലൈഫ് മിഷൻ്റെ ചെയർമാൻ ആരാ? പിണറായി വിജയനാണ്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട, ഒന്ന് മൊഴിയെടുത്തോ ഈ കേന്ദ്ര ഏജൻസി. ഇപ്പോൾ മാസപ്പടി വിവാദം, 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ, അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ രൂപീകരിച്ച ഇൻകം ടാക്സ് ട്രിബ്യൂണൽ, ഇൻ്ററിം ട്രിബ്യൂണൽ, കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ രൂപീകരിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനീസും 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങാണ്. എന്താണ്? നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ ഈ മാസപ്പടി കേസിൽ നടന്നു. ഇപ്പോൾ SFIO അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വന്നപ്പോൾ അവർ കോടതിയിൽ പോയി, മുഖ്യമന്ത്രിയുടെ മകൾ കോടതിയിൽ പോയി. ആ കോടതി അത് തള്ളി. എന്നിട്ട് അവർക്കൊരു നോട്ടീസ് കൊടുത്ത് അവരുടെ ഒരു മൊഴിയെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഫൈൻഡിങ് ഉണ്ടല്ലോ, ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം ബോർഡിൻ്റെ പ്രധാന സ്ഥാനത്ത് ഇദ്ദേഹം ഇരിക്കുന്നത് കൊണ്ടാണ് മകളുടെ കമ്പനിക്ക് വഴിവിട്ട് ഇത് കൊടുത്തതെന്നാണ്. ഞങ്ങൾ 5 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് മാസപ്പടിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലല്ലോ മറുപടി പറയാൻ. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ണടയ്ക്കുന്നു. ഇപ്പോൾ കരുവന്നൂർ ED കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് CPM നേതാക്കന്മാരെ തെളിവെടുക്കാൻ വിളിച്ചു. അവർക്കെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്, അവർ സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ തെളിവ് കൊടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്തില്ല. അവരെല്ലാം ഇന്നലേക്ക് നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി, അവരെ സമ്മർദ്ദത്തിലാക്കി തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ അവരെ പ്രവർത്തനരഹിതമാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട്. അതിനെതിരെ ഒന്നും ഇവർ പ്രതികരിക്കുന്നില്ലല്ലോ. ഒരു പ്രതികരണം അവർക്കില്ലല്ലോ, ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ലല്ലോ ഇവർ. അതെന്താ? അതാണ് ഞങ്ങൾ പറയുന്നത്.